പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? ഇനി എങ്ങാനും ഒരു നോ പറഞ്ഞു പോയാൽ ഒരു ഗിൽറ്റി ഫീലിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നാറുണ്ടോ? ഹായ്, മൈസെൽഫ് അനുജ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം ഐ വാസ് ബീൻ ഇൻ ദ സെയിം മൈൻഡ് സെറ്റ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ്സ് എ ഡാർക്ക് പ്ലേസ് ടു ബി. നമ്മൾ നമ്മളെ തന്നെ പതുക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥ. ആൻഡ് ഇറ്റ്സ് കോൾഡ് പീപ്പിൾ പ്ലീസിംഗ്. We think we are being very kind to people by sacrificing our own needs. But actually അത് kindness ആണോ? It's out of fear. ആൾക്കാർ നമ്മളെ വിട്ടുപോകുമോ, അവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള പേടിയാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും യെസ് പറയിപ്പിക്കുന്നത്. പീപ്പിൾ പ്ലീസേഴ്സ് അറിഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് ഈസ് they slowly become invisible. മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആക്കാൻ വേണ്ടി യെസ് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ സ്ലോലി വി വിൽ ബിക്കം ഇൻവിസിബിൾ. നമ്മൾ ആരാണ് എന്നുള്ളത് കൊണ്ടല്ല, പകരം നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാകും. വി വിൽ സ്ലോലി ലൂസ് അവർ ഐഡന്റിറ്റി ജസ്റ്റ് ടു മേക്ക് അതേഴ്സ് കംഫർട്ടബിൾ. സെക്കൻഡ് തിങ് ഈസ് ദ ഓവർ എക്സ്പ്ലെയിനിങ് ട്രാപ്പ്. ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റിഫൈ ചെയ്യാൻ കൊടുക്കുന്ന 100 വിശദീകരണങ്ങൾ. We feel like we owe them an explanation. സത്യത്തിൽ ജസ്റ്റ് ഒരു ഐ കാൻ ഡു ഇറ്റ് റൈറ്റ് നൗവില് പറഞ്ഞു തീരണം കാര്യങ്ങൾ. ഓവർ എക്സ്പ്ലെയിനിങ് ഈസ് എ പ്യൂർ സൈൻ ഓഫ് ഗിൽറ്റ്. നമ്മൾ നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നതിന് എന്തിനാണ് വേറൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? തേർഡ് തിങ് ഈസ് ദ റിയൽ പീപ്പിൾ സ്റ്റേസ്. പീപ്പിൾ പ്ലേസേഴ്സ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ആൾക്കാർ നമ്മളെ വിട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളാണ്. മലയാളി ഹൗസ് ഹോൾഡിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഇനി ഇങ്ങനെ നടന്ന നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും. ആക്ച്വലി പീപ്പിൾ പ്ലീസേഴ്സിന്റെ ഒരു തോട്ട് പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫ് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ റിയൽ ഫാക്ട് ഈസ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവര് നമ്മുടെ ഒരു നോ കേട്ടാൽ ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോകില്ല. ദേ റെസ്പെക്ട് അവർ ബൗണ്ടറീസ്. ഇപ്പോൾ ഒരു നോ കേട്ടിട്ട് ഒരാൾ നമ്മളെ വിട്ടിട്ട് പോയാൽ അവർ ഒരിക്കലും നമ്മളെ കെയർ ചെയ്തിട്ടില്ല, പകരം നമ്മുടെ സഹായത്തെ മാത്രമാണ് അവർ കണ്ടിരുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ടു ലെറ്റ് ദം ഗോ. ഒരു റിയാലിറ്റി ചെക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷന് പോകാൻ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സിക്കാണ്. അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമമാകുമെന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നു. ടോട്ടലി എനർജി ഡ്രെയിൻ ആവുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ മെന്റലി എക്സോസ്റ്റഡ് ആവുന്നു. ഇതൊക്കെ ശരിക്കും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഈസ് ഇറ്റ് റിയലി സെൽഫ് ലവ്, ഓർ ആർ യു ട്രൈങ് ടു കംഫോർട്ട് അതേഴ്സ്? ആക്ച്വലി ആ മൊമെന്റിൽ യു സ്റ്റാർട്ടഡ് ലിവിംഗ് ഫോർ ദം ആൻഡ് യു ഫോർഗെറ്റ് അബൌട്ട് യുവർ സെൽഫ്. വേറൊരു പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ പീപ്പിൾ പ്ലീസിംഗിന്റെ ഒരു എക്സ്ട്രീം കൈൻഡ് ഓഫ് എക്സാമ്പിൾ ആണ് ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്യുന്ന വുമൺ. അവരത് പേരന്റ്സിനോടോ മറ്റുള്ളവരോടോ പറയുമ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് വന്ന് അവരെന്ത് പറയും എന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ ഹാപ്പി ആക്കി സഫർ ചെയ്യുന്ന അനേകം സ്ത്രീ. സോ വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ യു ഈസ് be kind to yourself rather than getting a good conduct certificate from others. So next time yes പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, am I being kind or am I just afraid of losing people? If this video was helpful to you, kindly subscribe and remember you are not alone. Breaking out of this mindset takes time, but it's okay. We can take it one step at a time.